മഞ്ജു എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടി, അത് എന്തൊക്കെയോ ചോക്ലേറ്റ് തിന്നുകൊണ്ടിരിക്കുമോ എന്തൊക്കെയാണ്, അതിനങ്ങനെ ഒന്നുമില്ല. എനിക്കങ്ങ് സങ്കടം വരും, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടോ, ഭയങ്കര ഒരു വിഷമമായിരുന്നു. മഞ്ജു വാര്യരുടെ വിവാഹത്തിന് മേക്കപ്പ് ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലൊരു വേദന ഉണ്ടായിരുന്നു എന്നൊരു ഹെഡിങ് കണ്ടിട്ടാണ് ഞാൻ ആദ്യമായി നോക്കുന്നത്. എങ്ങനെയായിരുന്നു മഞ്ജു വാര്യരുമായിട്ടുള്ള കണക്ഷൻ, ആ വിവാഹത്തിൻ്റെ ആ മേക്കപ്പ്, ആ ദിവസം, അതിൻ്റെ ഒരു ഓർമ്മകളൊന്ന് പങ്കു? അത് പറയാം. മഞ്ജു വാര്യരെ ഞാൻ ആദ്യം മഞ്ജു വാര്യർ ഫസ്റ്റ് ഫിലിമിൽ അഭിനയിക്കുന്ന സമയത്ത് ഈ കിരീട ഉണ്ണിയാണ് ആ ഫിലിമിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ കിരീട ഉണ്ണിയുടെ വൈഫ് സരസ്വതി ഞാനും വളരെ ക്ലോസാണ്, എപ്പോഴും എൻ്റെ അടുത്ത് വരുന്നതാണ്. അപ്പം ഞാൻ സരസ്വതി, അപ്പോൾ പല ഫിലിം സ്റ്റാർസിനെയും എന്ന് വെച്ചാൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ തന്നെ രാജി വരാറുണ്ട്. അവർ സുരേഷ് ഗോപി തന്നെ ഞാൻ ആ ബ്യൂട്ടി പാർലർ ആദ്യം രണ്ടാമതൊന്ന് റിനോവേഷൻ ചെയ്തപ്പോൾ ഒന്ന് നോക്കി, ചേച്ചി നന്നായിട്ടുണ്ട്, വളരെ അടുപ്പമാണ്, നല്ല കൂട്ടാണ്. അത് കഴിഞ്ഞും അങ്ങനെ പലരും അടുപ്പമുണ്ടായിരുന്നു. പക്ഷേ മഞ്ജു എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടി, കാരണം ഡാൻസൊക്കെ പഠിച്ചിട്ട് നന്നായിട്ടൊരു കഴിവുള്ള ഒരു കൊച്ച്, സിനിമയിലോട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്നു. എനിക്കൊന്നും അന്ന് വലിയ ആർട്ടിസ്റ്റൊന്നും ആയിട്ടില്ല, അല്ലേ? ആർട്ടിസ്റ്റ് ഒന്നും ആയിട്ടില്ല, അത് ഫസ്റ്റ് ഫിലിം. അത് കഴിഞ്ഞ് അതിൽ അപ്പോൾ എന്നോട് അപ്പോൾ ആദ്യമായിട്ട് ഈ മാഗസീനിൽ വേണ്ടിയിട്ടൊരു ഫോട്ടോ എടുക്കണം. അപ്പോൾ അന്ന് ഈ നാനാക്കാരും മഹിളാരത്നക്കാരും ഒക്കെ എൻ്റെ അടുത്താണ് വന്ന് പറയുന്നത്. കുമാരിയമ്മ എന്നോട് വിളിച്ചു പറഞ്ഞു, അല്ലേ ഒരു ഫോട്ടോ എടുക്കണം, അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിയൊന്ന് റെഡിയാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് സരസ്വതി പറഞ്ഞു, അല്ലേ വലിയ സ്റ്റാറൊന്നുമല്ല, എന്തായാലും നാളത്തെ സ്റ്റാറായെന്നിരിക്കും, അപ്പം ഒന്ന് അങ്ങ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഈ കുട്ടിക്ക് ഞാനൊന്ന് ഒരുക്കി കൊടുത്തു. അതിന് മുമ്പായിട്ടൊരു വെജിറ്റബിൾ പീൽ, ഒരു ഫേഷ്യൽ, അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ വന്നു. പക്ഷേ ഈ കുട്ടിക്ക് അങ്ങനെയൊന്നും വലിയ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കണമെന്നോ അതിലൊന്നും, സത്യം പറഞ്ഞാൽ എല്ലാവരെക്കാട്ടിലും ഒരു ഡിഫറൻ്റ് ആയിട്ടാണ് ഞാൻ ആ കൊച്ചിനെ കണ്ടത്. അതിനങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. വീട്ടിൽ അമ്മയും വളരെ നല്ല സിമ്പിളായിട്ടുള്ള ആൾക്കാരാണ്, അമ്മയും മോളും കൂടെ വന്നു. അത് കഴിഞ്ഞ് വന്ന് വളരെ, അത് എന്തൊക്കെയോ ചോക്ലേറ്റ് തിന്നുകൊണ്ടിരിക്കുമോ എന്തൊക്കെയാണ്, അതിനങ്ങനെ ഒന്നുമില്ല. അത് കഴിഞ്ഞ് ചെയ്തു കൊടുത്തു. അങ്ങനെ പിന്നെ ഭയങ്കര ഞങ്ങൾ നല്ലൊരു സ്നേഹമായി. അത് നല്ല, ഇപ്പോഴും വിളിച്ച് എൻലാൻഡി എന്ന് പറഞ്ഞ് എന്നോട് സംസാരിക്കാറുണ്ട്. നല്ലൊരു അടുപ്പമായിപ്പോയി. അങ്ങനെ പെട്ടെന്ന് ഞാൻ അറിയുന്നില്ല, ഈ ലവ് മാരേജിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. പെട്ടെന്നൊരു ദിവസം മഞ്ജുവിന് ഇങ്ങനെ കല്യാണമാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ കല്യാണം കഴിഞ്ഞു. അപ്പം കല്യാണം കഴിഞ്ഞു എന്നുള്ള പിറ്റേ ദിവസം ആകുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പം ഇനിയിപ്പോൾ അവിടെ എറണാകുളത്ത് റിസപ്ഷൻ ഉണ്ട്, അപ്പോൾ എൻലാൻഡി ഒരുക്കാൻ പറ്റണമെന്ന് പറഞ്ഞു എന്നോട്. എനിക്ക് സത്യം പറഞ്ഞത് വലിയൊരു ഷോക്കായിപ്പോയി. കാരണം മഞ്ജുവിൻ്റെ സിനിമ കുറച്ച് നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക. അയ്യോ, എനിക്കാണെങ്കിൽ ആ സമയത്ത് സിനിമയൊക്കെ ഭയങ്കര സിനിമാ പ്രാന്താണ്. ഇന്നിപ്പോൾ അത്രയും നമ്മൾ എന്ന് വെച്ചാൽ ഇന്ന് കൂടുതലും നമ്മൾ TV അങ്ങനെയല്ലേ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പോയിരുന്നു കാണുക. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അയ്യോ, കെട്ടിച്ചു പോകണം. ആ സമ്മറിൻ ബേത്ലഹേം, അങ്ങനെ ഒരുപാട് നല്ല നല്ല ഫിലിംസ്, എനിക്ക് ഭയങ്കര അങ്ങ് സങ്കടമായിപ്പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, മഞ്ജു ഇനി അഭിനയിക്കുമോ? അപ്പം എന്താ പറയുക, മഞ്ജു ചിരിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. അതൊക്കെ കഴിഞ്ഞ് കല്യാണം ഞാൻ എറണാകുളത്ത്, ഇവിടെ നിന്ന് 9 കല്യാണം എനിക്ക് ഒരുക്കാനുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. ആലോചിച്ച് രാവിലെ 4 മണി തൊട്ട് ഈ 9 പേരെ ഒരുക്കി. നല്ല 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 കല്യാണങ്ങളെല്ലാം കുറച്ച് നല്ല ആൾക്കാരുടെ. അന്നെന്ന് പറഞ്ഞാൽ അരമണിക്കൂറൊക്കെ മതി ഒരു അസിസ്റ്റൻസ് പോയിട്ട് ബാക്കിയെല്ലാം ചെയ്തു വെക്കും. നമ്മുടെ മുഖം ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹാൻഡ് ബാഗിൻ്റെ അകത്ത് എടുക്കേണ്ട സാധനങ്ങളേ ഉള്ളൂ. എന്ന് ഒരു കണ്ണെഴുതാനൊരു പെൻസിൽ കാണും, എന്തെങ്കിലും ഒരു ഐ ഷാഡോ കാണും, ഒരു ലിപ്സ്റ്റിക്ക്, കുറച്ച് കളേഴ്സൊക്കെ, അങ്ങനെ മുടിയൊന്ന് പിന്നിയിട്ട് അത്രേ ഉള്ളൂ. പെട്ടെന്ന് ഒരുക്കി കഴിയും. അത് കഴിഞ്ഞ് ഞാൻ നേരെ എറണാകുളത്തിന് കാറിൽ പോയി. അതിന് വൈകുന്നേരം 4:30 അവിടെ ചെന്നു. അടുത്ത മഞ്ജുവിനെ ഒരുക്കി. പക്ഷേ എനിക്കങ്ങ് ഒരുക്കി കഴിഞ്ഞാലും ഈ കുട്ടി ഇനി സിനിമയിൽ അഭിനയിക്കത്തില്ല, ഇതങ്ങ് ഉള്ളിൽ അത് തന്നെ തോന്നി എനിക്ക്. അങ്ങനെ എന്നാൽ പാർവതിയുടെയും ജയറാമിൻ്റെ കല്യാണ സമയത്തൊന്നും എനിക്ക് അങ്ങനെ, പാർവതി കുറേ സിനിമയിൽ വന്നു, അതുകൊണ്ട് എനിക്ക് അങ്ങ് വലിയൊരു സന്തോഷമായിരുന്നു. ഇതെനിക്ക് നേരെ ഓപ്പോസിറ്റ്, എനിക്കങ്ങ് സങ്കടം വരും, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടോ, ഭയങ്കര ഒരു വിഷമമായിരുന്നു. അങ്ങനെ ഒരുക്കി തിരിച്ചിവിടെ വന്നു. പിന്നെ ഞാൻ ആലുവയിൽ ദിലീപിൻ്റെ മഞ്ജുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവരെ വീട്ടിൽ പോയി കാണുമായിരുന്നു. പിന്നെ എൻ്റെ മോൻ്റെ കല്യാണത്തിന് മഞ്ജുവും മോളും വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സ്നേഹം, അത് ഇന്നും ആ ഒരു സ്നേഹം. മഞ്ജു വാര്യർ തിരിച്ചു വരുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ, ഈ വ്യക്തി ജീവിതത്തിലെ വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ മഞ്ജു വാര്യർ ഒന്ന് നടിയെ തിരിച്ചു കിട്ടുകയാണെന്നുള്ള വാർത്ത കണ്ടപ്പോൾ മാം വിളിച്ചിരുന്നോ, എന്തായിരുന്നു അപ്പോൾ? പിന്നെ ഞാൻ വിളിച്ചു, എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. ഈയിടെയും വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് മഞ്ജു എപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നാലും നമുക്ക് കാണണമെന്ന് പറഞ്ഞിട്ടിരിക്കുക. പക്ഷേ മഞ്ജു വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഭയങ്കര ബിസി ആയിട്ടാണ് വരുന്നത്. ചിലപ്പോൾ സൺഡേയ്സൊക്കെ ആയിരിക്കും വല്ലോ എന്തിനെങ്കിലും വരുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ട്രിവാൻഡ്രത്താണ് ഷൂട്ടിങ്ങൊക്കെ. ഇപ്പം ട്രിവാൻഡ്രത്ത് അത്രയും ഷൂട്ടിംഗ് അല്ലല്ലോ, പല സ്ഥലങ്ങളിലല്ലേ ഇപ്പം, അതിൻ്റെ ഫെസിലിറ്റി ഉണ്ടല്ലോ.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നല്ലൊരു ഭയങ്കര തിരിച്ചു വരുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. മഞ്ജുവിൻ്റെ ഫിലിം ഏതുണ്ടെങ്കിലും ഞാൻ കണ്ടിരിക്കും. മാമിൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്താണ്? ഞാൻ ആക്ച്വലി ചെയ്യുന്നത് വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്കും കുറച്ച് എണ്ണ, എന്തെങ്കിലും വെളിച്ചെണ്ണയോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ വെളിച്ചെണ്ണയ്ക്കകത്ത് സാഫ്രണില്ലേ, ഈ കുങ്കുമപ്പൂ, അത് ഇച്ചിരി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കുറച്ചൊന്ന് പൊടിച്ചിട്ട് അത് വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് വെക്കും. എന്നിട്ട് അത് അപ്പോൾ ഇരുന്നിരുന്ന് അത് ആ ഒരു എണ്ണയ്ക്കൊരു ചുമന്ന നിറം വരും. പിന്നെ അത് മുഖത്തോട്ട് തേച്ച് നല്ലതായിട്ട് രാവിലെ എന്നിട്ടേയും തേച്ച് കുറച്ച് നേരം അതങ്ങനെ കിടക്കും. അത് കഴിഞ്ഞ് കുളിക്കുന്നതിട്ട് വരെ അത് കിടക്കും. അത് കഴിഞ്ഞ് കുളിച്ച് കഴിയുമ്പം അത് അപ്പോഴാണ് വാഷ് ചെയ്ത് കളയുന്നത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ എപ്പോഴും എന്തെങ്കിലും മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഞാൻ സൺസ്ക്രീൻ ഇടും. സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെയാണ് എന്തെങ്കിലും ഫൗണ്ടേഷനോ വല്ല ഉപയോഗിക്കണമെങ്കിൽ അത് മേക്കപ്പിലേക്ക് പോവാം. മേക്കപ്പിലേക്ക്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ കുറേ കേൾക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ട്രെൻഡിങ് ആണ് ഒരു കൊറിയൻ സ്കിൻ കെയർ. അതായത് ഒരു 10 ലെയർ ഓഫ് സിറം, ടോണർ ഒക്കെ വരുന്ന ഒരു 10 ലെയർ ഓഫ് കൊറിയൻ സ്കിൻ കെയർ. എനിക്ക് തോന്നുന്നു ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ ഒരു ഹിറ്റായിരുന്നു ഒരു കാലത്ത്. നമ്മുടെ സ്കിന്നിന് ഇത്ര ലെയറിങ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ ആവശ്യമുണ്ടോ? ഞാൻ പറയട്ടെ, ഓരോരുത്തരുടെ സ്കിൻ ഓരോ ടൈപ്പാണ്. ഇപ്പോൾ കൊറിയൻസിൻ്റെ സ്കിൻ പോലെയല്ല നമ്മുടെ സ്കിൻ കെയർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് ആ ഒരു രീതിയാണ് നമുക്ക് പറ്റുന്നത്. ഇപ്പോൾ അവരുടെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അതെ, അതുപോലെ അവരുടെ ഇപ്പം പിന്നെ ഓരോ കാലിൻ്റെ അടി തന്നെ അവരുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ട് ചുമന്ന് അങ്ങനെ ഇരിക്കും. നമ്മുടെയൊക്കെ കാലിൻ്റെ അടിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ അതിൻ്റേതായ നമ്മുടെ കുറച്ചും കൂടെ റഫല്ലേ, ക്ലൈമറ്റ് വ്യത്യാസം എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ തന്നെ ഇപ്പോൾ ഒരാൾക്ക് അവർക്ക് ആ വെള്ള സാരി നന്നായിട്ട് ചേർന്നു അപ്പോൾ നമുക്കത് ചേരണമെന്നില്ല. അല്ലെ അവർക്ക് ഇന്ന ബ്ലൗസ് തയ്ച്ചാൽ ആ പാറ്റേൺ കൊള്ളാം, ഒന്നും നമുക്ക് ചേരണമെന്നില്ല. അതുപോലെ ഓരോരുത്തരുടെ സ്കിന്നിനും നമ്മുടെ സ്കിന്നിനെ അറിയാന്നുള്ളതാണ് പ്രധാനം. അതെ. ഇതൊരു നമ്മുടെ ഒരു സ്കിൻ കെയർ നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് സെലക്ട് ചെയ്യുകയാണോ എന്നുള്ളത്. ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് മാം സെലക്ട് ചെയ്യുന്നത്? പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു സ്കിൻ കെയറിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കഴിയുന്നതും മിനിമം യൂസ് ചെയ്യുക. ഇപ്പം ക്ലെൻസർ വേണമെന്നുണ്ടെങ്കിൽ സെറ്റാഫിലിൻ്റെയൊക്കെ ക്ലെൻസർ കിട്ടും. അത് എല്ലാവരും പൊതുവേ നമ്മളിപ്പോൾ ഒരു ഗൂഗിളിൽ തന്നെ റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏതാ വേണ്ടതെന്ന്. പിന്നെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാം, നമുക്ക് നല്ല അടുപ്പമുള്ള സ്കിൻ ഡോക്ടേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഇപ്പോൾ എല്ലാവരും ബിസിനസ് ഒരു ട്രെൻഡ് ആയതുകൊണ്ട് പൊതുവേ ഞാനിപ്പോൾ ആരെയും ഇതാക്കി പറയുന്നതല്ല. അപ്പം നമ്മളും കൂടെ ഒന്ന് നമ്മുടേതായിട്ടൊന്ന് സെർച്ച് ചെയ്താൽ നന്നായിരിക്കും. ഡോക്ടറോട് ചോദിക്കാം, തീർച്ചയായിട്ടും അഭിപ്രായം ചോദിക്കുന്നത്. ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് കസിൻ്റെ ഹസ്ബൻഡ് ഡോക്ടറാണ്, സ്കിൻ സ്പെഷ്യലിസ്റ്റാണ്. അപ്പം ഞാൻ എന്തും പുള്ളി എടുത്ത് കഴിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സോണി എന്നോട് പറഞ്ഞു, സോണി ഞങ്ങളെ കൊണ്ട് ഒന്നും ഇടാൻ സമ്മതിക്കത്തില്ല, ഒന്നും ചെയ്യേണ്ടത്. വളരെ മൈൽഡായിട്ടുള്ളൊരു സോപ്പ് തന്നെ അധികം മുഖത്തിട്ടുണ്ട് കഴുകാൻ. അങ്ങനെയാണ് സോണിയുടെ ഇത്. അപ്പം നമുക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരിതാണ് തന്നേക്കുന്നത്, എൻ്റെ മനസ്സിലുണ്ടാക്കിയേക്കുന്നത്. ഞങ്ങളുടെ ഫാമിലിയിലൊക്കെ എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞ് ഞങ്ങളുടെ തലയെ കയറ്റി വെച്ചേക്കുന്നത്. അപ്പം മിനിമം സാധനങ്ങൾ നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് പിന്നെ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്തൊക്കെ നടന്നില്ലേ പറ്റത്തില്ല, പക്ഷേ നമുക്ക് ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു മിനിമം പ്രോഡക്റ്റ് ഉപയോഗിക്കാം. ഒത്തിരിയും പ്രോഡക്റ്റൊക്കെ ഉപയോഗിക്കുന്നതിൽ എനിക്ക് വലിയ തോന്നുന്നില്ല. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്ലീൻ ചെയ്യണം, ക്ലെൻസ് ചെയ്യണം. പറഞ്ഞ പോലെ ടോണിങ്, ക്ലെൻസിങ്, CTMP റൂളാണ് സ്കിൻ കെയർ. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് ആൻഡ് പ്രൊട്ടക്ഷൻ. ഇത്രയേ ഉള്ളൂ.